ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ മല്ലിയെ പറ്റിയാണ്. നമ്മൾ ബിരിയാണിയിലും മറ്റു പാചകത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ആഫ്രിക്കൻ മല്ലി. അപ്പോൾ ഇതിന് നമ്മൾ പാചകത്തിൽ എന്ന ഉപരി നമുക്ക് മറ്റ് ഔഷധമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിട്ടുമാറാത്ത തലവേദനയുള്ളവർ, പനിയുള്ളവർ, ചുമ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലയിട്ട വെള്ളം കുടിച്ചാൽ മതി. ഇത് നട്ടു വളർത്താൻ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ പൂവാണ്. പൂ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ കായ എടുത്ത് ജസ്റ്റ് ഒരു ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കുക. നന മാത്രം മുടങ്ങാതെ കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ആഫ്രിക്കൻ മല്ലി ഉണ്ടായിക്കോളും. എനിക്കിവിടെ പറമ്പിൽ തന്നെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത് നടേണ്ട ആവശ്യം വന്നില്ല. ഇത് മൂലക്കുരുവിന് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് സമൂല ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് താറാവ് മുട്ടയിൽ നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം ആ പാനിലേക്ക് കുറച്ച് പന്നി നെയ്യ് തൂകിയിട്ട് അത് വെറും വയറ്റിൽ രാവിലെ 7 ദിവസം അടുപ്പിച്ച് കഴിക്കുന്നത് പൈൽസിന് ശമനമായിട്ട് പറയാറുണ്ട്. കൂടാതെ തലവേദനയുള്ളവർ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലയിട്ട് വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ഇത് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. ഇതാ ഒരുപാട് ഇവിടെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇത് പറമ്പിലായതുകൊണ്ട് ഒരുപാടുണ്ട്. കാരണം ഇത് നടേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് അതിങ്ങനെ വ്യാപിച്ചു പോകാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് മഷിത്തണ്ട്. ഇതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ച് അതായത് പരിസരം ഫുള്ള് ഇതേപോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഗ്രോ ബാഗിലോ ചട്ടിയിലോ വളർത്തുക. നിലത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഇത് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ എപ്പോഴും കൊടുക്കണം. ഈ മല്ലിയിലയിൽ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, അതേപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നൽകുന്നു, നമ്മുടെ കണ്ണുകൾക്ക് ആരോഗ്യം നൽകുന്നു. ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ഈ മല്ലി അതായത് ആഫ്രിക്കൻ മല്ലിയുടെ ഏറ്റവും വലിയ ഗുണമാണ് നമ്മുടെ ഡയബറ്റീസ് പേഷ്യൻസിന് ഉപയോഗിക്കാവുന്നത്. ഇപ്പം നമ്മുടെ പരിസരങ്ങളിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുകയും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഇതിൻ്റെ ഈ കൊലയിൽ ഭയങ്കര മുള്ളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ഇലകളും ആ മുള്ളും പൂങ്കൊലയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തൊട്ടാവാടി, ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തൊട്ടാവാടി. ഇത് ഒരു ടൈപ്പ് കുറുന്തോട്ടി ഒരുപാട് തരത്തിലുണ്ടാവാറുണ്ട്. ഇത് അധികം പൊക്കമില്ലാത്ത കുറുന്തോട്ടി. പൊന്നാങ്കണ്ണി ഒരുപാടുണ്ടായി നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന് ഗുണപ്രദമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.